ഇൻഷാ അല്ലാ എന്ന് പറയുന്നു, അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ട വാചകങ്ങൾ പറയുന്നു എന്നതാണോ SFI പ്രകോപിക്കുന്നത്? എന്തിനാണ് നീ എന്ന് വിളിക്കുന്നത്? സയ്യിദ് മുഹമ്മദ് സാദിഖ്, ഒറ്റ മിനിറ്റ്. മലയാള ഭാഷയിൽ പലതുമുണ്ട്, അതെല്ലാം പ്രയോഗിക്കാൻ ഓരോ വേദിയുണ്ട്. ബ്രാഹ്മണ കമ്മ്യൂണിസം എന്ന വാക്ക് ആരുടെ ഡിസ്കോഴ്സ് ആണ്? പറഞ്ഞിട്ട് അളക്കാം. ഇടത് ഹിന്ദുത്വ എന്ന വാക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയും. മുസ്ലിം വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ച്, നമ്മളെല്ലാവരും മുസ്ലിങ്ങളല്ലേ, നമ്മുടെ ദീനല്ലേ, നമ്മുടെ ദീനിനെ സംരക്ഷിക്കാൻ MSF അല്ലേ വേണ്ടത്? ഇതിൽ എഴുതിയിരുന്നാന്ന് വായിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. അല്ലാഹു അക്ബർ. ഒരു മുസ്ലിമായ എങ്ങൾ ഈ കൊടിനെ വെടക്കാക്കിയ ശരിയായില്ല. നമുക്കെതിരായി നിൽക്കുന്ന SFI മതനിരാസമല്ലേ, യുക്തിവാദമല്ലേ, നിരീശ്വരവാദമല്ലേ? അവർക്ക് വോട്ട് ചെയ്താൽ മതത്തിനെതിരാവില്ലേ? അതുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യേണ്ടതില്ലേ എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ എല്ലാ കാലത്തും കേരളത്തിലെ ക്യാമ്പസുകളിൽ MSF നടത്താറുണ്ട്. ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയത്. അതിനെതിരായ വിമർശനങ്ങൾ ശക്തമായി SFI ഉയർത്തിക്കൊണ്ടുവരാറുമുണ്ട്. ഫറൂഖ് കോളേജിൽ പഠിച്ചു വന്ന ഒരാളാണ് ഞാൻ. അവിടെ എന്നെ പല ഘട്ടത്തിൽ ഇവർ നിരീശ്വരവാദിയും യുക്തിവാദിയും മതവിരുദ്ധനുമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, രഹസ്യമായും പരസ്യമായും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ഹോസ്റ്റലുകളിലും പുറത്തും കണ്ടോ, ഇങ്ങനെയാണ് MSF പ്രവർത്തിക്കാറുള്ളത്. ഇതിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് കേരളത്തിലെ ക്യാമ്പസുകൾ ഉടനീളമുണ്ട്. ഫറൂഖ് കോളേജിലെ തന്നെ 2 സംഭവങ്ങൾ ഞാൻ പറയാം. ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ ഫറൂഖ് കോളേജിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് ഒരു സമരം MSF പ്രഖ്യാപിക്കുന്നു. ആ സമരത്തിന്റെ ഭാഗമായി ആ കോളേജിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ MSF നേതാവ് ഒരു പോസ്റ്റ് ഇടുകയാണ്. ആ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട്. ഇത് സമുദായത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. നമ്മൾ ഓത്തു ചൊല്ലിച്ചതും സർഹും നഹവും പഠിപ്പിച്ചതും നിങ്ങളാണ്. ഈ സമുദായത്തിന് വേണ്ടിയുള്ള പോരാട്ടം, വിദ്യാർത്ഥി സമരത്തെയാണ് പറയുന്നത്, സമുദായത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ പോരാട്ടത്തിൽ MSFന്റെ ഒരു എക്സ്ട്രീം വേർഷൻ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സമരം ഞങ്ങൾ വിജയിപ്പിക്കും. ഈ നിലയിലേക്ക് MSFന്റെ പോസ്റ്റ് വരുന്നു. ആവശ്യമെങ്കിൽ PK നവാസ് നിഷേധിക്കുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ലഭ്യമാക്കാം. MSFനെ അവർ പരിചയപ്പെടുത്തുകയാണ്. സർ സയ്യിദിലൂടെ തുടങ്ങി ജിന്നയിലൂടെ ഇക്ബാലിലേക്കും അതേപോലെ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിലേക്കും CH എല്ലാം കടന്നെത്തിയ പ്രസ്ഥാനമാണ് MSF. എന്ന് പറഞ്ഞാൽ ജിന്നയെ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു സമീപനം ഫറൂഖ് കോളേജിൽ നിന്ന് വരുന്നു. നവാസ് ഇപ്പൊ ഫോൺ കയ്യിലെടുത്ത് അങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് ഫറൂഖ് കോളേജിൽ ആളുകളോട് അന്വേഷിച്ചോളൂ. അതിന്റെ തെളിവ് വേണമെങ്കിൽ ഞാൻ നൽകാൻ വേണ്ടി തയ്യാറാണ്. MSFന്റെ കോർഡിനേറ്ററും പിന്നീട് MSFന്റെ റിക്രൂട്ട്മെന്റ് സംവിധാനം ഉപയോഗിച്ച് GIOയിൽ എത്തിച്ചേരുകയും ചെയ്ത പ്രവർത്തക തന്നെ SFI പ്രവർത്തകയായ ഒരു മുസ്ലിം പെൺകുട്ടിയോട് പറയാണ്, അവര് ശരിയല്ല, അവർ മതത്തിനെതിരാണ്. ഈ ക്യാമ്പയിൻ വളരെ പരസ്യമായും രഹസ്യമായും MSF നടത്തുന്നുണ്ട്. ഇത് MSFന് മാത്രം ലഭിക്കുന്ന ഒരു ക്യാമ്പയിൻ അല്ല, മുസ്ലിം ലീഗ് ഇത് നടത്താറുണ്ട്. മതമാണ് പ്രശ്നം എന്ന് കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിച്ചത് KM ഷാജിയാണ്. CPMലേക്ക് പോകുമ്പോൾ, ലീഗിൽ നിന്ന് പോകുമ്പോൾ ദീനിൽ നിന്നാണ് പോകുന്നത് എന്ന് പറഞ്ഞതും KM ഷാജിയാണ്. ഇതേ യോഗത്തിൽ തന്നെ വെച്ച് മുഹമ്മദ് റിയാസിന്റെ വിവാഹത്തെ ഉന്നയിച്ചുകൊണ്ട് അതിനെ മറ്റൊരർത്ഥത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തത് കല്ലായി അബ്ദുറഹിമാൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവാണ്. ഇൻഷാ അല്ലാ എന്ന് പറയുന്നു, അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ട വാചകങ്ങൾ പറയുന്നു എന്നതാണോ SFI പ്രകോപിക്കുന്നത്? ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഒരു ഡെഫിനിഷൻ എന്താണ്? വർഗീയതയെ നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? അല്ല, സ്വത്വരാഷ്ട്രീയമോ ഇൻഷാ അല്ലാ എന്ന് പറയുന്നതോ ഒന്നും അല്ലല്ലോ. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, സമുദായത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് അവർ പറയുന്ന സമയത്ത് അതൊരു തരത്തിലുള്ള ധ്രുവീകരണമാണ് നടത്തുന്നത്. MSFന്റെ ഫുൾ ഫോം എന്താണ്? MSFന്റെ ഫുൾ ഫോം എന്താണ്? ഒരു മിനിറ്റ്, MSFന്റെ ഫുൾ ഫോം എന്താണ്? MSFന്റെ ഫുൾ ഫോം സ്മൃതിക്ക് അറിയില്ലേ? അല്ല, അങ്ങ് പറയൂ, അങ്ങൊന്ന് പറയൂ, അങ്ങയുടെ വായിൽ നിന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ട്. ഇവിടെ അങ്ങ് പറയൂന്നേ. ഞങ്ങളുടെ വായിൽ നിന്ന് ഞങ്ങൾ എത്ര നേരത്തെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നായിരുന്നു, നവാസ് പ്രസിഡന്റ് ആയതിനു ശേഷം മൗദൂദി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നാണോ എന്നുള്ളൊരു സംശയം ഞങ്ങൾ. കേരളത്തിൽ ഇവരുടെ ഭാഷ ഇവർ തന്നെ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടന PFI, ആ PFI കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരേ ഒരു യൂണിയൻ കൗൺസിലറെ അവർക്കുണ്ടായിട്ടുള്ളൂ. ആ യൂണിയൻ കൗൺസിലറെ ഉണ്ടാക്കി കൊടുത്തത് SFIയുടെ കൂട്ടത്തിലാണ്. അതിന് വീഡിയോ ഞാൻ അയക്കാം. SFIയുടെ അന്നത്തെ ദേശീയ പ്രസിഡന്റ് VP സാനുവിന്റെ സംഭാഷണം ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് അയക്കാം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ആ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടു എന്ന് മാത്രമല്ല, ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടെന്ന് മാത്രമല്ല, ഞങ്ങൾ ആ ജെംസ് കോളേജ് ജയിച്ചതായി അംഗീകരിക്കുന്നില്ല. കാരണം ക്യാമ്പസ് ഫണ്ടിന്റെ കൂടെയാണ് ഞങ്ങൾ കുട്ടികൾ ജയിച്ചത്. അപ്പൊ ചരിത്രത്തിൽ ആദ്യമായി PFI എന്ന് പറയുന്ന നിരോധന സംഘടനയ്ക്ക് ഒരു അംഗത്തെ കൊടുത്ത ആളുകളാണ് ഇവിടെ വന്നിട്ട് വർഗീയതയുടെ കഥ പറയുന്നത്. 100-ലധികം വോട്ടിന് SFIയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയേറെ വോട്ടിന് കാലിക്കറ്റിൽ അവർ തോറ്റിട്ടില്ല. അത്ര വലിയ തോൽവി അവർക്കുണ്ടായി. അവിടെ വെച്ച് SFIയുടെ സെക്രട്ടറിയുടെ പ്രസംഗം അവരുടെ ഫേസ്ബുക്ക് പേജിലുണ്ട്. ഞങ്ങൾ കണ്ണൂരിൽ വെച്ച് കാണാം എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. എന്നിട്ട് ഓഗസ്റ്റ് മാസം 6-ാം തീയതി കണ്ണൂർ തെരഞ്ഞെടുപ്പ് നടന്നു. കണ്ണൂർ ഏതാണ്? SFIയുടെ CPMന്റെ ഹോം ഗ്രൗണ്ട് ആണ്. ആ ഹോം ഗ്രൗണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ആകെ 3 ജില്ലകളത്, കണ്ണൂർ, വയനാട്, കാസർഗോഡ്. അതിൽ 2 ജില്ലകളും MSF KSU മുന്നണി സ്ഥാനാർത്ഥികൾ ഈ 2 ജില്ലയിലും ജയിച്ചു വന്നു. എന്നിട്ട് അപ്പോഴാണ് ഇവർ ഈ പറയുന്ന വർഗീയവാദം പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ സാദിഖ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് സ്മൃതി, ക്യാമ്പസുകളിൽ വർഗീയത ഞങ്ങൾ ഉപയോഗിക്കുന്നു. ക്യാമ്പസ് തെരഞ്ഞെടുപ്പ് എന്നാ നടന്നത്? 2024 ഒക്ടോബർ മാസത്തിൽ.
അപ്പൊ 2024 ഒക്ടോബർ മാസം 10-ാം തീയതി നടന്ന ക്യാമ്പസ് തിരഞ്ഞെടുപ്പ്, ഈ പറഞ്ഞ ഫറൂഖ് കോളേജ് 2024 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ് ക്യാമ്പസ് തിരഞ്ഞെടുപ്പ് നടന്നത്. ആ 2024 ഒക്ടോബർ മാസം 10-ാം തീയതി നടന്ന ക്യാമ്പസ് തിരഞ്ഞെടുപ്പിൽ വർഗീയത ഉപയോഗിച്ചതിന് അവർക്ക് ബോധോദയം വന്നത് കണ്ണൂരും കാലിക്കറ്റ് തോറ്റു എന്ന് മാത്രമല്ല, ആരോഗ്യ സർവകലാശാലയിലും യൂണിയൻ ഞങ്ങൾ പങ്കാളിത്തം വഹിച്ചു എന്ന് മാത്രമല്ല, കേരള യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് സെനറ്റ് അംഗങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല, കുസാറ്റ് യൂണിവേഴ്സിറ്റി ചരിത്രത്തിൽ ആദ്യമായി കേസ് പിടിച്ചെടുത്തതിന് ശേഷം എല്ലാം കഴിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഇവർക്ക് ഓർമ്മ ഒരു കൊല്ലം മുമ്പേ ക്യാമ്പസ് ചർച്ചയിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന്. നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. കേരളത്തിൽ ഇത്രയേറെ സർവകലാശാല SFIക്ക് നഷ്ടപ്പെട്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. കേരള സർവകലാശാലയിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഉണ്ടാകുന്ന ഒരു ഘട്ടം ഇവർക്ക് ഉണ്ടായിട്ടില്ല. കുസാറ്റ് ഇവർക്ക് നഷ്ടപ്പെട്ട ചരിത്ര ദൂരം ഉണ്ടായിട്ടില്ല. കുഹാസ് ഇവർക്ക് നഷ്ടപ്പെട്ട ചരിത്ര ദൂരം ഉണ്ടായിട്ടില്ല. കാലിക്കറ്റ് ഇത്രയേറെ വോട്ടിന് തോൽക്കുന്ന ഘട്ടം ആദ്യമായിട്ടുണ്ടാവാൻ. കണ്ണൂരിൽ 26 കൊല്ലത്തിനൊക്കെ ആദ്യമായി അവർക്ക് 2 സീറ്റിൽ പരാജയം ഉണ്ടാവുകയാണ്. എന്തിനേറെ കണ്ണൂരിലെ ഹോം ഗ്രൗണ്ടിലെ പരിയാരം മെഡിക്കൽ കോളേജ് മുഴുവൻ സീറ്റിലും MSF KSUs ഒക്കെ ജയിക്കാൻ. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI കൈവിടുമ്പോ AVP, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ നിമിഷം നിങ്ങൾക്ക് ബ്രേക്ക് ആവുന്ന ഒരു വാർത്ത എന്താണെന്നറിയോ? കാസർഗോഡ് ഏറ്റവും വലിയ കോളേജ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജാണ്. അവിടെ AVPയുടെ യൂണിയൻ ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കോളേജാണ്. അവിടെ AVP തകർത്തുകൊണ്ട് ത്രികോണ മത്സരം നടക്കാറ്. ഞങ്ങളുണ്ടാകും, MSF KSU ഉണ്ടാവും, SFI ഉണ്ടാവും, AVP ഉണ്ടാവും. ഇന്ന് അവിടെ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചു. ആ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായി AVP ജനറൽ പോസ്റ്റിലേക്ക് മത്സരിക്കുന്നില്ല. എല്ലാ ചെറിയ പോസ്റ്റിലേക്ക് മത്സരിക്കുന്നുണ്ട്, ജനറൽ പോസ്റ്റിലേക്ക് മത്സരിക്കുന്നില്ല. അവർ പരസ്യമായി പ്രഖ്യാപിക്കാൻ SFIയെ ഞങ്ങൾ പിന്തുണയ്ക്കും. ഈ നിമിഷം വരെ ഒരു വാക്കുകൊണ്ട് SFIയുടെ നേതാവ് ഞങ്ങൾക്ക് നിങ്ങളെ വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറായിട്ടില്ല.